മനുഷ്യൻ മരണപ്പെട്ടാലും അവൻ്റെ വാചകങ്ങൾ, അവൻ്റെ എഴുത്തുകൾ, അവൻ്റെ രചനകൾ ഈ ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ചിന്തകളെയും മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ആശയങ്ങളെയും അവൻ പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധപ്പെടുത്തിയത് ഏതാണ്ട് 1400 മുതലാണ്. സ്വാഭാവികമായും നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഓരോ നിമിഷങ്ങളും അക്ഷരങ്ങളിലേക്ക് പകർത്തപ്പെടുമ്പോൾ അത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുക? ലോകത്തിൻ്റെ മുമ്പിൽ അക്ഷരങ്ങൾ പുസ്തകങ്ങളായി അവതരിക്കുമ്പോൾ അത് പുതിയ ഒരു തൊഴിൽ മേഖലയ്ക്ക് രൂപം നൽകുകയായിരുന്നു. അച്ചടി മാധ്യമ രംഗം, പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന ഒരു തൊഴിൽ മേഖലയ്ക്ക് രൂപം നൽകി. ഓഫ്സെറ്റ് പ്രസ്സുകൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. പക്ഷേ ഓഫ്സെറ്റ് പ്രസ്സുകൾക്ക് അപ്പുറത്തേക്ക് പുതിയ ഒട്ടനവധി മേഖലകളിൽ പ്രിൻറ്റിംഗ് ടെക്നോളജി ചെന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. പണ്ട് നമ്മളൊക്കെ തടിയിൽ കൊത്തിവെച്ച അക്ഷരങ്ങളിലൂടെ പ്രിൻ്റ് ചെയ്യുന്ന മാറ്ററുകൾ വായിച്ചിരുന്നപ്പോൾ അതിനപ്പുറത്തേക്ക് റോട്ടറി പ്രിൻറ്റിംഗ് പ്രസ് ഉൾപ്പെടെയുള്ള ആധുനികമായ, അന്നത്തെ കാലത്ത് ആധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുതിയ പ്രിൻറ്റിംഗ് ടെക്നോളജികൾ അവതരിപ്പിക്കപ്പെടുകയും അതിനുശേഷം വളരെ വേഗത്തിൽ ഒരു മണിക്കൂറിൽ 100,000-ഓളം പത്രങ്ങളൊക്കെ അടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ ശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള പുതിയ ഓഫ്സെറ്റ് മെഷീനുകൾ അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അതിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിരവധി മേഖലകളിലേക്ക് ഇത് കടന്നു ചെല്ലും. പുസ്തകങ്ങളുടെയും മാസികകളുടെയും ഒക്കെ പുറംചട്ടകളൊക്കെ അടിക്കുന്നത് വളരെയധികം പെർഫെക്ഷനോടുകൂടിയാണ്. ഫോട്ടോകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ ആ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ മിഴിവ്, അത് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ആധുനിക പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ ലോകത്തൊക്കെ തൊഴിൽ സാധ്യതകൾ ഏറെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഫ്ലാറ്റായിട്ടുള്ള പ്രതലങ്ങളുണ്ട്, പേപ്പറുകളും അതുപോലെ തന്നെ മറ്റുള്ള പ്ലാസ്റ്റിക് പോലുള്ള വളഞ്ഞ പ്രതലങ്ങളിൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ ഫ്ലെക്സോഗ്രാഫി എന്ന മേഖല നിലനിൽക്കെ തന്നെ ലിത്തോഗ്രാഫി എന്ന് പറയുന്ന പ്രിൻറ്റിംഗ് മേഖല അപ്പുറത്ത് ഫ്ലാറ്റായിട്ടുള്ള പ്രതലങ്ങളിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ പത്രമാസികകളിലും നോട്ടീസുകളിലും ഒക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഫ്ലാറ്റായിട്ടുള്ള പ്രതലങ്ങളിൽ, പേപ്പറിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടുള്ള പ്രതലങ്ങളാണ്. ഇത്തരം പ്രതലങ്ങളിൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു മേഖല നമുക്ക് മുമ്പിലുണ്ട്. നേരെ മറിച്ച് പ്ലാസ്റ്റിക് കപ്പുകളിലും മറ്റുമൊക്കെ പരസ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ ആലേഖനം ചെയ്യുന്ന തരത്തിലുള്ള മറ്റൊരു പ്രിൻറ്റിംഗ് ടെക്നോളജി അവിടെ വേറിട്ട് നിൽക്കുന്നു. വലിയ ബിൽബോർഡുകളും മറ്റുമൊക്കെയായി പരസ്യരംഗത്ത് അസാധാരണമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചൊരു പ്രിൻറ്റിംഗ് മേഖല അപ്പുറത്ത് ഫ്ലെക്സ് പ്രിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള മേഖലകൾ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കും. ലേസർ പ്രിൻറ്റിംഗ് എന്നൊരു മേഖല മറ്റൊന്ന് നമുക്ക് മുമ്പിൽ ലീഫ്ലെറ്റുകളും മറ്റുമൊക്കെ വളരെ നിലവാരത്തോടുകൂടെ അച്ചടിച്ച് പുറത്തേക്ക് ഇറക്കുന്നതിന് സഹായകരമായ രീതിയിൽ നമുക്ക് ലഭ്യമാണ്. ഏറ്റവും അവസാനം നമ്മൾ നോക്കുമ്പോൾ മോൾഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള 3D പ്രിൻറ്റിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ UV അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻ്റ് ചെയ്ത മഷിയെ ഉണക്കി വളരെ നിലവാരമുള്ള തരത്തിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ആധുനികമായ സാങ്കേതിക വിദ്യകൾ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. നോട്ടുകൾ പോലെയുള്ള സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് മറ്റൊരു വശത്ത്. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായൊരു തൊഴിൽ മേഖലയാണ് പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് നമുക്ക് കാണാം. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ മേഖലയിലേക്ക് സ്കിൽഫുള്ളായിട്ട് വരുന്നുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രിൻറ്റിംഗ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട +2 പഠനം നമുക്ക് ലഭ്യമാണ്. സിയാപ്റ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർക്കാർ മേഖലയിൽ തന്നെ ലഭ്യമായിട്ടുള്ള മറ്റു പഠന മേഖലകൾ നമുക്കുണ്ട്. അതിനപ്പുറത്തേക്ക് പോളിടെക്നിക് ഡിപ്ലോമകളും ITI സർട്ടിഫിക്കേഷനും ഈവൻ BTech പ്രിൻറ്റിംഗ് ടെക്നോളജിയും നമുക്ക് പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ തൽപരരായ കുട്ടികൾ, പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മഷികളുടെ നിറങ്ങളുടെ കോമ്പിനേഷൻ, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു താല്പര്യവും അതിലുള്ളൊരു അഭിരുചിയും തീർച്ചയായിട്ടും കുട്ടികൾക്കുണ്ടായിരിക്കണം. വളരെ കമ്മിറ്റഡായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണിത്. സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് പ്രവർത്തനങ്ങൾ മുതൽ DTP തയ്യാറാക്കി മാറ്ററുകൾ പ്രൂഫ് റീഡ് ചെയ്ത് അത് മെഷീനിലേക്ക് എത്തിക്കുന്നതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും, പ്ലേറ്റ് എടുക്കുന്ന അലൂമിനിയം പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്ലേറ്റുകൾ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുന്നതിന് പ്ലേറ്റ് പ്രോസസ്സ് ചെയ്യുന്ന രീതികൾ, ആധുനിക കാലത്ത് പ്ലേറ്റുകൾ റീപ്ലേസ് ചെയ്യപ്പെടുകയും അതിന് പകരം കൂടുതൽ മികവുറ്റ പ്രിൻറ്റിംഗ് ടെക്നോളജി ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ ഈ സാങ്കേതിക വിദ്യകളിലുണ്ടാകുന്ന കാലോചിതമായ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം അഡ്വാൻസ് ചെയ്യാനുള്ള ഒരു മികവും
കുട്ടികൾക്ക് ആവശ്യമാണ്. കളർ കോമ്പിനേഷനുകളെക്കുറിച്ച്, ബേസിക് കളർ തിയറിയെക്കുറിച്ചുള്ള നല്ല ധാരണകൾ, അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻറ്റിങ്ങിൻ്റെ ഇടയിലുണ്ടാകുന്ന, ഇപ്പോൾ മീഡിയ ഹൗസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പത്രങ്ങൾ അടിച്ച് പുറത്തിറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ തിയറി പ്രാക്ടിക്കലും ഒപ്പം പഠിച്ച് വരുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ ട്രബിൾ ഷൂട്ടിംഗ് സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ പേപ്പറിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആപ്ലിക്കേഷനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമ്മൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ കളർ പ്രിൻറ്റിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്ങും കമ്പൈൻ ചെയ്തു പോകുന്ന ചില മേഖലകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളെ, പ്രിൻറ്റിംഗ് മെഷീനിലുണ്ടാകുന്ന കാലോചിതമായ മാറ്റങ്ങളെ, ഈവൻ ഇത് പാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അതും മെക്കനൈസ്ഡ് ആണ് ഇന്ന്. അപ്പോൾ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് മാഗസിനുകളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി പാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ പത്രങ്ങളുടെയൊക്കെ സപ്ലിമെൻറ്റുകളൊക്കെ പത്രത്തിന് അകത്തേക്ക് തന്നെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ മാനുവലായിട്ട് ചെയ്യേണ്ടാത്ത തരത്തിലുള്ള മെഷീനറികളൊക്കെ ഇന്ന് ലഭ്യമാണ്. അതുപോലെ കട്ട് ചെയ്ത് പ്രോഡക്റ്റായിട്ട് ഈ മെഷീനിൽ നിന്ന് ഈ പ്രോഡക്റ്റ് പുറത്തേക്ക് വരുമ്പോൾ, മാഗസിൻസും പത്രങ്ങളും പുറത്തേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് ചാനൽ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, ലേബൽ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി അഷുറൻസ്, അതുപോലെ തന്നെ പാക്കിംഗ്, അതുകൂടാതെ ടോട്ടൽ പ്രിൻറ്റിംഗ് ഹൗസിൻ്റെ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള നിരവധി മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിക്കേണ്ട ഒരു പഠന മേഖലയാണ് യഥാർത്ഥത്തിൽ പ്രിൻറ്റിംഗ് ടെക്നോളജി. ചെറിയ ചെറിയ നാട്ടുമ്പുറത്തുള്ള ചെറിയ ചെറിയ പ്രിൻറ്റിംഗ് പ്രസ്സുകളിൽ ആരംഭിച്ച് വലിയ സെക്യൂരിറ്റി, റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള സെക്യൂരിറ്റി നോട്ടുകളും അതുപോലെ തന്നെ മുദ്രപത്രങ്ങളും സ്റ്റാമ്പുകളുമൊക്കെ അച്ചടിക്കുന്ന, വളരെയധികം ശ്രദ്ധ വേണ്ട, വളരെയധികം ഗുണനിലവാരം നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള വലിയ പ്രിൻറ്റിംഗ് മേഖലകൾ പോലും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിനുമപ്പുറത്തേക്ക് പരസ്യത്തിൻ്റെ വലിയ വിശാലമായൊരു മേഖല, പരസ്യ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മേഖലകളിലും പ്രിൻറ്റിങ്ങിന് വലിയ സാധ്യതകളുണ്ട്, ഡോക്യുമെൻറ്റേഷനിൽ പ്രിൻറ്റിങ്ങിന് വലിയ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആയി ബന്ധപ്പെട്ട് നമുക്കിന്ന് വെഡ്ഡിങ് ലെറ്ററുകൾ അടിക്കുന്നു. അപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ സേവ് ദ ഡേറ്റ് ഒക്കെ ഇന്ന് വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വെഡ്ഡിങ്ങിന്, റിസപ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനാവശ്യമായിട്ടുള്ള കല്യാണക്കുറികൾ അടിക്കുക. ആ വെഡ്ഡിങ് ലെറ്റേഴ്സ് പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മതിയായ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. സിനിമകളുടെ പോസ്റ്ററുകൾ അച്ചടിക്കുന്ന മേഖലകൾ, അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രോഷറോ ലീഫ്ലെറ്റോ ഒക്കെ അടിച്ച് വിതരണം ചെയ്യുന്ന മേഖലകൾ, ഇവിടെയൊക്കെ ആ പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. വെറും ആശയവിനിമയ ശേഷി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡിങ്ങിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു പഠന മേഖലയാണ്, അതിലും വലിയൊരു തൊഴിൽ മേഖലയാണ്, സാധ്യതകളേറെയുള്ളൊരു മേഖലയാണ് പ്രിൻറ്റിംഗ് ടെക്നോളജി. പക്ഷേ ഇവിടേക്ക് വരുന്ന ജനങ്ങളിൽ നല്ലൊരു പങ്കും സ്കിൽഡ് അല്ല എന്നൊരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലുമൊക്കെ മെഷീനിൽ കണ്ടുപഠിച്ചും ഒക്കെയാണ് പലപ്പോഴും ഈ തൊഴിൽ മേഖലയിലേക്ക് ആൾക്കാർ എത്തിച്ചേരുക. അതിനപ്പുറത്തേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് തിയറിയും പ്രാക്ടിക്കലും ഒരേപോലെ പഠിച്ച് മികവുറ്റ ഒരു റിസൾട്ട് ഉണ്ടാക്കി പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ ശരിക്കും നമ്മുടെ മുമ്പിലുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് പഠിക്കാൻ നമുക്ക് ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പോളിടെക്നിക്കുകളുണ്ട്, ITകളുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ കീഴിലുള്ള നിരവധിയായിട്ടുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ, CDT പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളും നമുക്ക് ലഭ്യമാണ്. ഇത്തരം സാധ്യതകളെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രിൻറ്റിംഗ് പ്രസ്സുകളുണ്ട്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസുകളുണ്ട് പുസ്തക പ്രകാശന മേഖലകളിൽ, അതുപോലെ തന്നെ പത്രമാസികകളുമായി ബന്ധപ്പെട്ട പ്രിൻറ്റിംഗ് മേഖലകളിൽ, ബിസിനസ് പ്രിൻറ്റിംഗ് മേഖലകളിൽ ഒക്കെ സാധ്യതകളുണ്ട്. ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതും യഥാർത്ഥത്തിൽ പ്രിൻറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ലേസർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് വളരെ മികവുറ്റ ചിത്രങ്ങൾ നമ്മൾ അച്ചടിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളെയൊക്കെ നമുക്ക് ഭംഗിയായി ഉപയോഗപ്പെടുത്താനും പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ നൂതനമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് അവയെ സ്വായത്തമാക്കിക്കൊണ്ട് മികച്ച ഒരു കരിയറിലേക്ക് കടന്നു ചെല്ലാനും നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കഴിയണം.